ഇതാണ് ഞാൻ. ബല്ലേ ബല്ലേ. ഹോയ് ഹോയ്. ഓ യോ മാൻ. ബാടാ. God, my arms, my body, yeah, my wall, come on boy. ഇരിക്കുകയാണ്. ഇതുപോലെ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവൻ്റെ കൂടെ ഇത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇൻസൈനിലാണ് ഞാൻ സാധാരണ കളിക്കുന്നത്. അൾട്രാ ഇൻസൈൻ എന്ന് പറഞ്ഞാൽ ബോളൊക്കെ ഭയങ്കര ലെവലിലായിരിക്കും വരുന്നത്. ഈസിയിൽ എൻ്റെ വിക്കറ്റ് പോയിരിക്കുകയാണ് ഗൈസ്. എന്നാ പിടിച്ചോ. അതുകൊണ്ട് ഇന്ന് ഒരു 6 അടിച്ച് ഞാൻ നിന്നെ പ്രതികാരം ചെയ്തിരിക്കുക. യെസ് മാഡം. എന്താണ് ഇത്? ഏത് രാജ്യം? സോ വെൽക്കം ഗൈസ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഇട്ടത് എന്നോട് പലരും ചോദിച്ചു കമൻറ്റിലല്ല, എന്നോട് വാട്സപ്പിലൊക്കെ. ഞാൻ ഫസ്റ്റ് വീഡിയോസൊക്കെ ആണല്ലോ, ഫ്രണ്ട്സിനും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചാൽ നീ എന്തിനിടെ എല്ലാം കൂടി ഇംഗ്ലീഷിലങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, നിനക്ക് വല്ല മലയാളത്തിലും പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അയർലാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വഴി കൂടി ഇങ്ങനെ വീഡിയോയും പിടിച്ചുകൊണ്ട് അലച്ചുകൊണ്ട് നടക്കില്ലോ, അതിങ്ങനെ പൊതുവെ നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്യാറുണ്ട് ആളുകൾ. പക്ഷേ ഇവിടുത്തെ ഒരു രീതിയും ഇവിടുത്തെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവിടെ പൊതുവെ ഒരു ഐറിഷുകാരനെ എടുത്താലും ഏത് ഇംഗ്ലീഷ് സ്പാനിഷുകാരൻ ആരെ വെള്ളം എടുത്താലും ഇപ്പം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ മൂന്നാമതൊരാൾ, അത് ഒരു അന്യഭാഷയും കൂടെ ആണെങ്കിൽ അയാൾക്ക് അതൊരു ഒരു ഡിസ്റ്റർബൻസ് ആകുന്ന തോന്നുന്ന രീതിയിൽ അവർ സംസാരിക്കത്തില്ല, ഒച്ചത്തിൽ സംസാരിക്കത്തില്ല. അങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളൊരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു കോഫി എടുത്ത് അതിന് ഷുഗർ എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഷുഗറിൻ്റെ പരിസരത്തിലെങ്കിലും ഒരാളുണ്ടെങ്കിൽ പോലും നിങ്ങൾ സോറി എന്ന് പറഞ്ഞിട്ട് ആ ഷുഗർ കയ്യിലോട്ട് എടുക്കാറില്ല. ഇവിടുത്തെ പൊതു കൾച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ദുബായിലാണെങ്കിൽ ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റിൽ പോയിട്ട് റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നു, നിങ്ങൾ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുമോ? അത് ചെയ്യത്തില്ല. കാരണം അത് അങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ, അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ, അങ്ങനെയാണ് അവിടുത്തെ രീതി, അങ്ങനെയാണ്. അതുപോലത്തെ രീതിയാണത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഗൈസ് എൻ്റെ പുറകെ കാണുന്നത് എന്തോ വലിയ ഭീകരത സംഭവമാണ്, ഇന്നാണെന്നൊക്കെ നമുക്കങ്ങനെ, അതും പോലത്തെ ഒരു അന്യഭാഷയും കൂടെ ആകുമ്പോൾ അത് വല്ലാതെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ആളുകൾ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയത്ത്, ഞാൻ എൻ്റെ ഓഫീസിലുള്ള സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ പോരാത്തതിന് ഗെയിം ഓഫ് ത്രോൺസും ടൈറ്റാനിക്കൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഇംഗ്ലീഷ് ആളുകൾ ഇന്നലെ നാളെ അത് സെർച്ച് ചെയ്യുമ്പോൾ ഒരു വ്യൂ കയറുമല്ലോ എന്ന് വിചാരിച്ചുകൂടാണ് ഞാൻ ചെയ്തത്. എന്തായാലും ആ പരാതിയെല്ലാം ഞാൻ ഇന്ന് തീർക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നേരിട്ട് മലയാളത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ എയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റാ ക്വസ്റ്റ് 3 നിങ്ങളെ പരിചയപ്പെടുത്തുക. അത് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഉപയോഗിച്ചതിൽ ഞാൻ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിച്ചത്, അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഒരു വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം ഗൈസ്. അപ്പോൾ ഇതാണ് മെറ്റാ ക്വസ്റ്റ് 3. ഇതിനൂടെ 2 കൺട്രോളേഴ്സും നമുക്ക് വരുന്നുണ്ട്. കൺട്രോളേഴ്സിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇതാണ് മെറ്റാ ക്വസ്റ്റ് 3. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഒരു ഡിവൈസാണിത്. നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിച്ചോ, മൊബൈൽ ഫോൺ ഇത്രയും വാസ്റ്റായിട്ട് ഒരു യൂസുള്ള ഒരു സാധനമാണ്, നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, നമുക്ക് വേൾഡിൽ അങ്ങേയറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നൊക്കെ ആ സമയത്ത് നമ്മുടെ ഒരു ഫാദേഴ്സിൻ്റെ ടൈമിലൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇത് മെറ്റാ ക്വസ്റ്റ് 3 ഇപ്പോൾ 4, 5, 6 അല്ലെങ്കിൽ ആപ്പിൾ വിഷൻ പ്രോയുടെ ഒരു 4-5 ജനറേഷൻസ് കഴിയുമ്പം ഇതിപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണൊക്കെ എത്തുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സാധനമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിഫറെൻറ്റ് വേൾഡ്സിലോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേൾഡ്സുകൾ, ആ വേൾഡുകളിൽ നമുക്ക് നടക്കാം, എന്നെ വേണം ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മെറ്റാ ക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ വെർച്വൽ രൂപത്തിനെ അവൻ ഇതിലുണ്ടാക്കാം. ആ വെർച്വൽ ആളുമായിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് നടക്കാം, അവൻ്റെ കൂടെ ഓരോരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നല്ല അടിപൊളി വേൾഡ് തൊട്ട് ക്രീപ്പി വേൾഡ് വരെ ഉണ്ടെന്ന് ആലോചിച്ചോണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായ ഗെയിംസുകൾ, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം. പക്ഷേ ഇതുപോലെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലുള്ളത്. നമുക്ക് ആളുകളെ കാണാം, അങ്ങനെ വേൾഡുകൾ, അതിൻ്റെ വീഡിയോസ്. നമ്മളിപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും യു ക്യാൻ വാച്ച് ലൈക്ക് എ തിയേറ്റർ. ഒരു നെറ്റ്ഫ്ലിക്സിൽ ഇട്ടാൽ പോലും നിങ്ങൾക്ക് ശാന്തമായ പ്രദേശത്ത് നിന്ന് നെറ്റ്ഫ്ലിക്സ് കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഹിമാലയത്തിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ട്, കുറേ കാര്യങ്ങൾ കാണും. പക്ഷേ ഒരു 2-3 ജനറേഷനോടെ കഴിയുന്ന സമയത്ത് ഇതിലെ ഓപ്പർച്യൂണിറ്റീസ് എത്ര വാസ്റ്റ് ആൻഡ് ഇന്നോവേറ്റീവായി മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതാണെങ്കിൽ
ഒരു 4-5 ജനറേഷൻസ് കൂടെ ഇതിൻ്റെ കഴിയുമ്പോൾ, ഇതിൻ്റെ ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിനെ ഒത്തിരി വളച്ച് കെട്ടി ഞാൻ ഇതാക്കുന്നില്ല. ഞാൻ ഇത് കണ്ണിലോട്ടെടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ എന്തുവാണ് കാണുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് എനിക്ക് ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണം, എന്നിട്ട് ഞാനിത് വെക്കാം. ഇല്ലെങ്കിൽ എന്നാലേ നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കാണുന്നത്. എൻ്റെ കൈകൾ കണ്ടോ? കാരണം ഞാനിപ്പം എൻ്റെ കയ്യിൽ കൺട്രോളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് കൺട്രോളേഴ്സ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാം. നമുക്ക് കണ്ടോ, ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്ന സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് സെലക്ട് ആവും. നമുക്ക് കൈകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇതിൽ. എന്നാലും ഞാൻ കൺട്രോളേഴ്സ് ഉപയോഗിക്കുകയാണ് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നും വിചാരിക്കല്ല, എൻ്റെ റൂം ഇച്ചിരി മെസ്ഡപ്പാണേ. അപ്പം ഞാൻ ഇതിൽ ആദ്യം നിങ്ങളെ കുറച്ച് വേൾഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതൊക്കെ ഇതിൽ കുറേ വേൾഡുകളാണ്. ഈ വേൾഡുകളല്ലാതെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് വേൾഡുകളും ഗെയിംസുകളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളിത് കണ്ടോ, എൻ്റെ സ്റ്റോഴ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഫ്രീ ആണ്. ഇത് ഗെറ്റ് എഴുതിയേക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഫ്രീ ആണ്. നിങ്ങൾ ഇത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റ വെച്ച് നിങ്ങൾക്ക് വർക്കൗട്ടുകൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇത് കണ്ടോ, ഈ ഗെയിംസിനൊക്കെ ആണെങ്കിൽ 39 യൂറോ ആയി കൊടുക്കണം, 29 യൂറോ. ഇങ്ങനെ ഓരോരോ ഗെയിംസ്, ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ കാശ് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ അതിലോട്ടൊന്നും ഞാൻ ഒത്തിരി കൊണ്ടുപോയി ഞാൻ ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എന്നോട് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ ഈ ചാനലിൽ ലൈവ് വരുന്നതാണ്. ഈ സാ വേൾഡ് എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ലൈവ് വരാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളെ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ഈ മെറ്റാ ഹൊറിസോണിൻ്റെ ഈ വേൾഡിലേക്ക് മാത്രമേ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. കണ്ടോ, ഇതാണ് ഞാൻ. ബല്ലേ ഓ യോ മാൻ ബാടാ. ഇതിൻ്റെ വേറൊരു കാഴ്ച, ഇപ്പം നമ്മളൊരു ബൗണ്ടറി വരച്ചുണ്ട്. ഞാൻ ബൗണ്ടറി വരയ്ക്ക് നിങ്ങളെ കാണിച്ചു തന്നില്ല. നിങ്ങൾ ബൗണ്ടറി വരയ്ക്കുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ അടുത്തതിൽ സാധനം തട്ടാനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ബൗണ്ടറി കടന്ന്, ഇപ്പോൾ ഈ ചുമല കത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്താറായി അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് കടന്നു പോയെന്ന് വെച്ചോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ആ ഒരു വേൾഡിൽ നിന്ന് പയ്യെ ഈ ഒരു വേൾഡിലേക്ക് എത്തുന്നതുണ്ടോ. പക്ഷേ അതില്ലെങ്കിൽ നിങ്ങൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വേൾഡിലാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഫിഷിങ് വേണമെങ്കിൽ ഫിഷിങ്ങിൽ പോകാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് എഡിറ്റ് അവതാർ കൊടുക്കാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ ക്രീപ്പി ക്യാബിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, വേണ്ട ആദ്യം നമുക്ക് സിറ്റാഡലിൽ പോയി നോക്കാം. കാരണം നമുക്ക് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാം. അതിപ്പോൾ ഇത് ഏതോ ഒരുത്തനാണ് എൻ്റെ കൂടെ, ലോഗൻ ഹോവൽ എന്നാണ് പേര്. ഹായ് ലോഗൻ, ഹൗ ആർ യു മാൻ? ഓക്കെ, അറിയത്തില്ല, പോടാ പുല്ലേ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു തോക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവൻ്റെ കൂടെ ഇത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഓക്കെ, നമുക്ക് പിടിച്ചു. Yeah man, let's go. Wow. Yo, കുഴി പോയേ. ഒന്നും പോരാ. ക്ലാപ്പ് എൻ്റെ അമ്മേ. ഓക്കെ, ഒപ്പ് തലവേന എടുക്കുന്നല്ലോ. ഓക്കെ, എന്നാ പിടിച്ചോ. ഞാൻ ജസ്റ്റ് അടുത്ത എങ്ങോട്ടാണ് നമ്മൾ നടന്നു പോകുന്നതെന്നൊന്ന് കാണിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് ഈ വേൾഡ് മാറ്റി ഞാൻ വേറൊരു വേൾഡിലോട്ട് ഞങ്ങളെ കൊണ്ടുപോകാം കേട്ടോ.
ഓക്കെ, ഞാൻ എന്തായാലും ഈ വേൾഡിൽ നിന്ന് ഞാൻ തെറുക്കി വന്നേ. നമുക്ക് അടുത്ത വേൾഡിൽ വെച്ച് കാണാം. എന്നാ തോക്ക് പോ, അല്ലെ തോക്ക് ഇവിടെ പോ. വെപ്പൺ എടുക്കാൻ സൗകര്യമില്ലെന്ന്. നോ, ഞാൻ ഇല്ല, പോ. ഇത് കഴിഞ്ഞ് നമുക്ക് ഹോണ്ടഡ് ഹൈയിൽ പോകണോ? ഇത് ഗോസ്റ്റുകളാണ്. നമുക്ക് ക്രീപ്പി ക്യാബിൻ കയറി ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പേടിപ്പിക്കല്ലേ? ആരാമാണ്? Yes, man, let's go to the creepy cabin. എന്തുവാ? ഇനിയൊന്നും ചെയ്യല്ലേ? അയ്യോ, കുറച്ചേരം കിടന്നാലോ? അല്ല, വേണ്ട. ഓക്കെ, നമുക്ക് ഈ വേൾഡിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഒരു ഡാർക്ക് വേൾഡ്. അതുപോലെ കുറേ വേൾഡുകളുണ്ട് ഗൈസ്. അപ്പം വേൾഡുകൾ ഇനി ഞാൻ നിങ്ങളെ ഇതിൽ ഞാൻ മറ്റേ നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ആലീസ് ഇൻ ബോർഡർലാൻഡ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അതിപ്പം 2-3 സ്ഥലങ്ങളിലാകാത്തത് കൊണ്ട് ഞാനിപ്പം ഇതിൽ നെറ്റ്ഫ്ലിക്സ് ഓണാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് തന്നെ. എന്തായാലും നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഇതിൽ നിന്ന് എക്സിറ്റ് ആകാം. നമുക്കെന്നിട്ട് യൂട്യൂബ് ഒന്ന് നോക്കാം. ചില്ലായിട്ട് നമുക്ക് കുറച്ച് നേരം യൂട്യൂബ് കാണാം. ഇതിലെന്തുവാണ് ഈ സംഭവം കിടക്കുന്നത്? അങ്ങനെ ഇപ്പം ഒരുത്തനും വ്യൂ പിടിക്കണ്ട, നമുക്ക് നമ്മുടെ വ്യൂ തന്നെ പിടിക്കാം. എന്നാ പറയുന്നത്? എങ്ങനെയുണ്ട് ഗൈസ്? യൂട്യൂബ് പൊളിയല്ലേ? Next, mini Titanic model hanging around the building and rotating with. അതുപോലെ നമുക്ക് ആരുടെയും ഒന്നിട്ട് നോക്കാം. പാവങ്ങളല്ലേ? നമുക്ക് കരിക്കാനായിക്കോട്ടെ. നിങ്ങളത് നോക്ക്, അതിൽ കൃത്യമായിട്ട് എഴുതിണ്ട് ഗ്രീൻ സോണിൽ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കൂല എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചില്ല് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഗെയിം സാധനങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതും കാണിച്ചു തരാം കേട്ടോ. ഒന്നും പേടിക്കണ്ട. ഇനിയിപ്പം ഞാൻ നിങ്ങളെ ഇതിപ്പം ആസ്ഗാർഡ് വ്രാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. പൊളി സാധനമാണ്. പക്ഷേ എന്നാ പ്രശ്നമെന്നറിയോ? ഇത് ഇത്രയ്ക്ക് സെൻസിറ്റീവാണ്. നമ്മൾ അവസാനം ഭ്രാന്ത് പിടിച്ചു പോകും, തലവേന എടുത്തു പോകും. ഞാനെങ്കിൽ ഒരു പോട്ടെ. ഇത് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ക്രിയേറ്റ് ചെയ്തോട്ടെ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം കേട്ടോ. ബൗണ്ടറി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയും മാറ്റിയൊക്കെ വെക്കാം. പിന്നെ ഓക്കെ, ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഗെയിമൊക്കെ ഓൺ ആകുമ്പം നമ്മുടെ ഏത് ഗെയിം ഓൺ ആകുമ്പോഴും ഫസ്റ്റ് ഒരു ബൂട്ടിംഗ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ബൂട്ടിംഗ് അങ്ങനെ ഇച്ചിരി ഓവറാണെങ്കിൽ ഞാനൊരു 3x സ്പീഡിൽ ഞാൻ ഓടിച്ചു വിടാം കേട്ടോ. വെറുപ്പിക്കത്തില്ലേ? താണ്ടേ സൈഡിൽ വന്ന് ഒളിച്ചിരിക്കുമായിരുന്നല്ലേ. ഓക്കെ, കമോൺ ബോയ്. അങ്ങനെ എനിക്ക് കൺട്രോളേഴ്സ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ ഗെയിമിന് നമുക്കൊരു 60 യൂറോ കൊടുക്കണം. എന്നാലേ എക്സ്റ്റെൻഡ് യുവർ ആംസ് ഔട്ട് പ്ലസ് ക്ലിക്ക് ദ റൈറ്റ് സ്റ്റിക്ക് ടു കാലിബ്രേറ്റ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ശരി രാജാവേ. ഹോൾഡ് ഡേ ടു കണ്ടിന്യൂ. നമുക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം അല്ലേ? ഞാനിത് കുറച്ച് കളിച്ച ഒരു സ്ഥലത്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ മണ്ട ബ്രേവാന്ന് എനിക്കറിയാം. ഓക്കെ,
ഓക്കെ, എൻ്റെ ലൈഫ് വളരെ കുറവാണല്ലോ. നമുക്ക് നമ്മുടെ മാപ്പ് നോക്കാം. നമുക്ക് ആ കണ്ണ് കാണുന്നിടത്തോട്ടാണ് പോകേണ്ടത്. ഓ ഗായ്സ്, ഓ മൈ ഗോഡ്, മൈ ആംസ്, മൈ ബോഡി, മൈ വാള. കം ഓൺ ബോയ്സ്. അയ്യോ, എൻ്റെ വാള് പോയേ. ആ വാള് പിന്നെ വന്നു. ലൈഫ് കൂടാനിപ്പോൾ എന്നാ ചെയ്യണ്ടേ? ഒരു പിടിയില്ല. എൻ്റെ കാലങ്ങാൻ ഇഞ്ചോടായ. ഓ, ഭിത്തി കൂടെ ചാടിപ്പോണം. ഓക്കെ, അതിനിപ്പോൾ എന്നാ ഭിത്തി ചാടാലോ. ഇതെന്താ ചെയ്യണ്ടേ ഇനിയിപ്പം? ഫൈൻഡ് എ വേ ടു അൺലോക്ക് ദ ഡോർ. ഓക്കെ, ആ ഒരു പിടിയില്ല. പോ. ആ ബാക്ക് അടിക്കട്ടെ. ഓ, ഇതാരടാ നീ? ആരടാ മോനെ? കിട്ടണോ നിന്നെ? ആ, അങ്ങോട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മതിൽ വലിഞ്ഞു കയറാം. മതിയല്ലേ? ആ, കളിക്കരുത്. ആ, Did the gods really think this would slow me down? ഓണാപ്പ്. ഓടിക്കോ. ഓ, ഇതാണ് ഭിത്തി കൂടെ ഓടാൻ പറ്റുള്ളൂ. നമുക്ക് ചുമ്മാ കണക്ക്. ആ, എന്തായാലും കണ്ടല്ലോ. നമുക്കപ്പോൾ ഇത് എക്സിറ്റ് അടിക്കാം. ഇതുപോലെ ബോക്സിംഗ് ഉണ്ട്. ഇതാണ് മെയിൻ മോനെ. ഞാൻ നിങ്ങളെ ക്രിക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. അതൊരു പൊളി സാധനമാണേ. പക്ഷെ അതിനു മുമ്പ് എൻ്റെ ക്രിക്കറ്റ് ബാറ്റിൽ എൻ്റെ കൺട്രോളർ ഒന്ന് വെച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ജില്ല എന്ന് പറഞ്ഞ് കളിക്കാം. കുറച്ച് അടിപൊളിയായിരിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ കൺട്രോളറിൽ എൻ്റെ ബാറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് IB ക്രിക്കറ്റ് കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് വിത്ത് ബാറ്റോട് കൂടി കളിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. IB ക്രിക്കറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും, ഷോറാണ്. ഒന്ന് കണ്ടേക്ക് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളപ്പം IB ക്രിക്കറ്റ് ഓണാക്കിയിരിക്കുകയാണ്. എനിക്ക് പണ്ടേ ഒരു വിരാട് കോഹ്ലി ആണോ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നടന്നില്ല. ഈ വെർച്വൽ വേൾഡിലെങ്കിലും ഞാനൊരു ക്രിക്കറ്റർ ആകുന്നതാണ്. ക്വിക്ക് സ്റ്റാർട്ട് നമുക്ക് കൊടുക്കാം ചുമ്മാതെ. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു 2-3 ബോൾസ് മാത്രമേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതാണ്? ബൗൺസി വേണോ, ഗ്രീൻ വേണോ? അൾട്രാ ഇൻസൈനിലാണ് ഞാൻ സാധാരണ കളിക്കുന്നത്. അൾട്രാ ഇൻസൈൻ എന്ന് പറഞ്ഞാൽ ബോളൊക്കെ ഭയങ്കര ലെവലിലായിരിക്കും വരുന്നത്. ഒരുമാതിരി നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും. 50 ഓവറൊന്നും വേണ്ട, നമുക്ക് 20 ഓവറിൻ്റെ പിടിക്കാം. അൾട്രാ ഇൻസൈൻ അല്ലേ. Okay, guys. The Seamers are going to have a field day on this green carpet. We're ready to go. Right arm fast. Bangladesh ആണോ? ടീം സെലക്ട് ചെയ്യണ്ടായിരുന്നല്ലോ. A crucial phase for scoring. Okay. The batsman is able to connect. Batsman will get a single and he is off the mark. ഒരു 6 or 4 അടിക്കണമെന്നുണ്ട്. പക്ഷെ അൾട്രാ ഇൻസൈനിൽ ഇച്ചിരി പാടാ. ഓ, ഡിഫിക്കൽട്ടാ മക്കളെ, ഡിഫിക്കൽട്ടാ. Batsman gets the contact. Off the mark with a boundary.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ റീപ്ലേ കാണണമെങ്കിൽ റീപ്ലേ കാണാൻ കേട്ടോ. ഞാനൊരു This is ദുരന്ത going to ഷോട്ടാണ് be അത് a big അടിച്ചത്. one. This is the replay of the previous ball. Look at the bowler and follow the ball. എൻ്റെ എഡ്ജിൽ കൊണ്ടത് പോയി. ഒരു ബോളിൻ്റെ ചുമ്മാ കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് ബോൾ ഈസിയൊക്കെ ആണെങ്കിൽ നമ്മൾ സെഞ്ചുറി അടിക്കും. ഈസിയോ മീഡിയോ ഒക്കെ ആണെങ്കിൽ വിക്കറ്റ് പോയി. And he's bowled him. The stumps are shattered. ഓക്കെ, Batsman's score with this bat is 4. നമുക്ക് തൽക്കാലം ഈ ഗെയിം എക്സിറ്റ് അടിക്കാം. അതുപോലെ ഇതിന് കുറേ സ്റ്റേജസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഗെയിം മാത്രമല്ല, നമുക്ക് ക്യാമ്പയിൻ മോഡ്, ചലഞ്ച് ചെയ്യാം, നമുക്ക് VR ആയിട്ട് ബോൾ എറിയാം, ഉന്നം നോക്കി എറിയാം, അങ്ങനെ മൾട്ടിപ്ലെയർ ഉണ്ട്, നമുക്ക് ട്രെയിൻ ചെയ്യാം. നമുക്ക് എന്തുവാ, നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം അല്ലേ. ഒന്ന് പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നെറ്റ് പ്രാക്ടീസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കണ്ടിന്യൂ പല ഇത് ഓൾ ലെങ്ത് ഒക്കെ ഇടും. മീഡിയം ആണോ, ഹാർഡാണോ, ഈസി ആണോ, എല്ലാ ലെങ്ത്തും ഉണ്ടോ, അത് ഓൺ സ്റ്റംപ്സിൽ മാത്രമാണോ, ഫുൾ ലെങ്ത് ആണോ, എന്നാ നമുക്ക് റെഡ് ബോൾ വേണോ, റൈറ്റ് ആം വേണോ, നമുക്ക് പല നമുക്കൊരു ഓഫ് സ്പിന്നെ പിടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോറി, ഞാൻ പ്രിപ്പയർ ആകുന്നതിന് മട്ട് അവൻ എറിഞ്ഞു കളഞ്ഞു, വൃത്തികെട്ടവൻ. അത് ഈസി കിട്ടോണ്ട കേട്ടോ. ഇങ്ങനെ അൾട്രാ ഇൻസൈനൊക്കെ ആയിരുന്നെങ്കിൽ ചുമ്മാ തെറിച്ചൊക്കെ വന്നേനെ. ഈസിയിൽ എൻ്റെ വിക്കറ്റ് പോയിരിക്കുകയാണ് ഗൈസ്. എന്നാ പിടിച്ചോ. അതുകൊണ്ട് ഇന്ന് ഒരു 6 അടിച്ച് ഞാൻ നിന്നെ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുകയാണ് ഗൈസ് ഈ ഗെയിം. ഓക്കെ, ഞാനപ്പം ക്വിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിനി ഇതിൽ നിന്ന് കൺട്രോളറൊന്നും വലിച്ചൂരാൻ വയ്യ. നല്ല ഇനിയിപ്പോൾ ഒരു മെനക്കെട്ട പരിപാടി. എനിക്ക് കൺട്രോളർ വലിച്ചൂരണം, പിന്നെയും കണക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇതെല്ലാവരും യൂട്യൂബ് വീഡിയോയിൽ കാണിക്കുന്നതല്ല, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഞാനൊരു ട്രോള് കണ്ടിട്ടുണ്ട്. എന്തുവാ, ഞാൻ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് പോൺ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടിയതോ രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകുന്ന കെട്ടിയോ എന്നുള്ള രീതിയിലൊരു ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. തമാശക്കാണാണേ. അതുപോലെ ഇതിൽ നിങ്ങൾ അങ്ങനൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന കെട്ടിയവനായിരിക്കില്ല. നിങ്ങൾ ആ സമയത്ത് വലിഞ്ഞു കയറി വരുന്ന ഒരു വൃത്തികെട്ടവനായി മാറും ഇതിൽ. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനത് പോകുന്ന പാത്സ് ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരില്ല. അവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്തുവാണ് ആ സമയത്ത് അവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ പാത്ത് ഞാൻ കാണിക്കുന്നതല്ല, ഇപ്പോഴേ പറയണം, ആ പാത്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നതല്ല. എന്നാലും ഞാൻ നിങ്ങളെ ചുമ്മാതെ ജസ്റ്റ് ഫോർ എ ഹൊറർ കാണിച്ചു തരാം. ഒരു വരുന്നതെന്ന് ഞാൻ ഏതാ സൈക്കിളെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ എൻ്റെ അമ്മേ. ഓ യെസ് മാഡം, എന്താണ് ഇത്, ഏത് രാജ്യമാണ്? ഇപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് മെറ്റയുടെ ഒരു ബേസ് എന്തൊക്കെയാണ് സംഭവം ഞാൻ കാണിച്ചെന്നൊക്കെ കണ്ട് മനസ്സിലാക്കി കാണും. അതില് നമുക്ക് അത് കണ്ണിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണം കുറേ നേരം ഇരുന്ന് കളയും. അത് ഇപ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കുറച്ച് വേൾഡുകൾ കാണും, അല്ലെങ്കിൽ ഗെയിംസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ ആ ഗെയിംസ് വീഡിയോ ആയിട്ട് ഇടുന്നില്ല, ലൈവായിട്ട് വന്നിടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് കാണുകയോ ഒരു പുൾ ഷോട്ട് അടിച്ച് കാണിക്കാവോ, സ്ക്വയർ കട്ട് അടിച്ച് കാണിക്കാവോ, അല്ലെങ്കിൽ ആ വേൾഡിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ എന്നൊക്കെ എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് കമന്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാനത് ലൈവായിട്ട് വരാം. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ മെറ്റയ്ക്ക് ഈ അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെ നല്ല ഡിസഡ്വാൻറ്റേജും ഇതിനുണ്ട്. ഒന്നാം തന്നെ ഈ സാധനം കണ്ണിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ആക്ച്വലി ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്തിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ ഈ കണ്ണി വെക്കുമ്പോൾ നമ്മുടെ ഈ കഴുത്തിന്റെ പുറകിലൊക്കെ ചെറിയൊരു വേദന, കുറേ നേരം വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ.
പിന്നെ ആ ഒരു വേദനയൊക്കെ നമുക്ക് സഹിക്കാൻ നോക്കാം, കാരണം വേദന വരുന്നതിന് മുമ്പ് നമുക്ക് എടുത്തു മാറ്റാന്നേലും വെക്കാം. ഇത് കുറച്ചു നേരം കണ്ണി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിന് ഭയങ്കര വേദനയായിരിക്കും. നമ്മുടെ ഈ 2 കണ്ണിനും, നമ്മുടെ ഈ കണ്ണ് ഉറങ്ങാതിരുന്നിട്ട് കണ്ണകത്തോട്ട് കുഴിഞ്ഞാരാണ്ട് വലിക്കുന്ന പോലെ ഒരു വേദന ഇല്ലേ, റിയൽ പെയിൻ, കണ്ണ് വേദന, അത് നമുക്ക് ഈ മെറ്റ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നല്ല കാട്ട് ദുരന്തം വേദനയാട്ടോ അത്. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഒത്തിരി നേരം ചാർജ് നിൽക്കത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ഗെയിം എടുത്ത് ഒരു 1.5 മണിക്കൂർ അതിൽ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഇത് ചാർജ് 100 നിന്ന് 5 എത്തും. പിന്നെ നമ്മൾ പിന്നെയും ചാർജ് ചെയ്യണം. അതല്ലാതെ ഇതിന് ചാർജർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അതിന് കണ്ട് ഒരു 10-200 യൂറോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. 200 ആണോ എനിക്ക് അതിന് വലിയ പിടിയില്ല, അതോ എന്തായാലും ഒരു 115 മേലെയാണ്. അത് ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ അത് ബാക്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു 3 hours അതേ പറ്റത്തുള്ളൂ ഇതിൽ നമുക്ക് ചെയ്യാൻ. ഇതൊക്കെയാണ് അപ്പം മെറ്റയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഇപ്പം എനിക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഫ്രീ ആകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്റർടൈൻ, ഞാൻ എത്ര വെച്ചാൽ ഈ മെറ്റയും പ്ലേ സ്റ്റേഷനോ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിക്കോട്ടെന്ന് വെച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കേട്ടോ. അല്ലാതെ ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഓരോ വീഡിയോ വെച്ച് തന്നേക്കാം, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ നിങ്ങളെ വേറൊരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾക്ക് വല്ലപ്പോഴും ആണെങ്കിൽ ഇവൻ എന്തുവാ കാണിക്കുന്നതെന്ന് കാണാനൊരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ആരെയും ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ രീതിയിൽ ലൈവ് വരാം. നെക്സ്റ്റ് പ്ലേ സ്റ്റേഷന്, എൻ്റെ പ്ലേ സ്റ്റേഷൻസും എൻ്റെ ഗെയിം കളക്ഷൻസും പറ്റിയൊരു വീഡിയോസ് ഞാൻ ഇറക്കാം. പിന്നെ അയർലൻഡിൽ കിട്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് മദ്യങ്ങൾ, അത് ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ തരണമെങ്കിൽ അതുവരെ ഞാൻ ചെയ്യാം. അങ്ങനെ എൻ്റെ കുറേ ഐഡിയാസ് ഇരിപ്പുണ്ട്, എല്ലാം വെച്ച് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുമെന്ന് ഞാൻ അങ്ങനെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും പറയണേ, ഇല്ല ആ രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും എൻ്റെ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല, ചെയ്താൽ നമുക്ക് ഫണ്ണായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പം ഓക്കെ, നമുക്ക് മിസ്റ്റർ എയുടെ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.